നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. ഇന്ന് കർക്കിടകം 32, നമ്മളുടെ രാമായണ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് അല്ലേ. അപ്പൊ രാമായണ കഥയുടെ ഈ അവസാനത്തെ വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പൊ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ആ ഒരു കഥയുടെ ഒരു കുറച്ച് ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൂ, അതും കൂടി നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹനുമാൻ വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ട് ഭരതന് ഇത്രയും ദിവസങ്ങൾ നടന്നിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസം ശ്രീരാമൻ എന്ത് ചെയ്യാണ്, ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇവിടെ അയോധ്യയിലാണെങ്കിലോ ഉത്സവം നടക്കുന്ന പ്രതീതിയിലാണ് ശ്രീരാമനെ എല്ലാവരും വരവേൽക്കുന്നത്. വഴിയിലൊക്കെ പുഷ്പങ്ങളൊക്കെ വിതറി അലങ്കരിച്ച് എല്ലാവരും ദീപങ്ങളൊക്കെ കത്തിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് മധുരങ്ങളൊക്കെ വിതരണം ചെയ്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെ ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും ഒക്കെ വരവേൽക്കുകയാണ്. 14 വർഷത്തെ വനവാസം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ട് തൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ച് ഒരു പുത്രന്റെ കടമ യഥാക്രമം നിറവേറ്റിക്കൊണ്ടാണ് ശ്രീരാമൻ തിരിച്ചു വരുന്നത് അല്ലേ. അതും വെറുതെ കാട്ടിൽ പോയി ഇരുന്ന് തിരിച്ചു വരികയല്ല. ശ്രീരാമൻ ആ ഒരു കാലയളവില് ഒരുപാട് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിയുടെ ഭാരം കുറച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അയോധ്യയിലേക്ക്. അപ്പൊ തിരിച്ചു വന്നതും ഭരതൻ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീരാമനെ, ശത്രുഘ്നൻ പോയി ലക്ഷ്മണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. പിന്നെ സീതാദേവിനെയൊക്കെ എല്ലാവരും വണങ്ങി. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു, അമ്മമാരൊക്കെ വന്നു, 3 അമ്മമാരും വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു. കുലഗുരു വന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഭരതൻ ശ്രീരാമനോട് പറയാണ്, ഞാൻ അങ്ങ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യമായിരുന്നു ഈ 14 വർഷം ഈ രാജ്യത്തെ യാതൊരു കുറവും കൂടാതെ ഭരിക്കണം എന്നുള്ളത്. ഞാനൊരു ദാസനെ പോലെ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഭരണം അങ്ങേക്ക് കൈമാറുകയാണ്. അങ്ങാണ് ഈ നാട് ഭരിക്കേണ്ടതും അതാണ് ഈ ജനങ്ങളുടെ ഹിതവും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അടുത്ത ദിവസം തന്നെ ശ്രീരാമന്റെ രാജാവായിട്ടുള്ള പട്ടാഭിഷേകം ചെയ്യാണ്. ഇത് ലോകമെമ്പാടുള്ള ഒരു ഉത്സവമായിട്ടാണ് നടക്കുന്നത്. ലോകത്തിന്റെ ഓരോ കോണിൽ നിന്നും എല്ലാവരും ശ്രീരാമന്റെ പട്ടാഭിഷേകം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അത്രയും മഹത്തായിട്ടുള്ള ഉത്സവമാണ്. ദേവന്മാര് പോലും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തില് ശ്രീരാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ശ്രീരാമൻ അയോധ്യയിലെ ചക്രവർത്തിയായിട്ടും സീതാദേവി റാണിയായിട്ടും എന്താണ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് കാലം അവര് അയോധ്യ ഭരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ആ കൂടെ വന്നിട്ടുള്ള വിഭീഷണൻ, സുഗ്രീവൻ, അതുപോലെ നിഷാദ രാജാവ്, ഇതുപോലെയുള്ള കുറെ വ്യക്തികൾ കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തില് ഇവരൊക്കെ യഥാക്രമം അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഓരോ ഉപഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് ശ്രീരാമൻ. അതുപോലെ തന്നെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദാനം ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് കന്നുകാലികളൊക്കെ ദാനം ചെയ്യുന്നുണ്ട്, വസ്ത്രം ദാനം ചെയ്യുന്നുണ്ട്, ഭക്ഷണം ദാനം ചെയ്യുന്നുണ്ട്, ധനസഹായം ചെയ്യുന്നുണ്ട്, വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രജകളുടെ ആവശ്യം എന്താണോ അതെല്ലാം നിറവേറ്റി കൊടുക്കുന്നുണ്ട് ശ്രീരാമൻ. ശരിക്കും ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളെ പരിപാലിക്കുന്നത് അതുപോലെയാണ് ശ്രീരാമൻ ജനങ്ങളെ പരിപാലിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും യഥാക്രമം അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഹനുമാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സീതാദേവി ഇങ്ങനെ ഹനുമാനെ വിളിച്ചിട്ട് ഹനുമാനെ മാത്രമായിട്ട് ഒരു ഉപഹാരം കൊടുത്തു. എന്താണ് ഹനുമാനെ മാത്രം സീതാദേവി ഒരു ഉപഹാരം കൊടുക്കാനായിട്ട് കാരണം? ഹനുമാൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ശ്രീരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ഹനുമാൻ. അതുപോലെ തന്നെ സീതാദേവി ആദ്യം കണ്ടതും ഹനുമാനാണ്. അപ്പൊ സീതാദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ഹനുമാൻ തന്നെയാണ്. അപ്പൊ സീതാദേവി തന്റെ കയ്യിലുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു മുത്തുമാല എടുത്തിട്ട് ഹനുമാന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ശ്രീരാമൻ ഹനുമാനെ വിളിച്ചിട്ട് എന്താണ് വരം വേണ്ടത്, നീയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ, നീ കാരണമാണ് സീതാദേവിനെ ലങ്കയിൽ നിന്ന് ആദ്യം കണ്ടെത്തിയതും ഇന്നിവിടെ എത്താൻ സാധിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് ഹനുമാനോട് ശ്രീരാമൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഹനുമാൻ ചോദിക്കുന്ന ഒരേ ഒരു വരാണ്, എന്നും എൻ്റെ മനസ്സിൽ രാമസ്മരണ ഉണ്ടാവണേ, രാമഭക്തി ഉണ്ടാവണേ, രാമഭക്തി ഒരിക്കലും എന്നിൽ നിന്നും മായരുതേ എന്നുള്ളത്. അപ്പൊ ശ്രീരാമൻ വരം കൊടുക്കുന്നുണ്ട് ഹനുമാന്, രാമനാമം ഈ ലോകത്തുള്ളിടത്തോളം കാലം നീ ജീവനോടെ തന്നെ ഇരിക്കും, നിന്റെ ഉള്ളിൽ എന്നും എൻ്റെ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഹനുമാന്റെ ആഗ്രഹപ്രകാരം ശ്രീരാമൻ വരം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹനുമാനോ ഹിമാലയത്തിലേക്ക് തപസ്സിനായിട്ട് പോവാണ്. അപ്പം ഇന്നും നമ്മളുടെ ശ്രീരാമനാമം നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഹനുമാൻ ചിരഞ്ജീവിയായിട്ട് ഇന്നും ജീവിച്ചിരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പുരാണ കഥകളിൽ പറയുന്നത്. അങ്ങനെ പിന്നീടും ഒരുപാട് കാലം
ശ്രീരാമൻ അയോധ്യയിലെ ചക്രവർത്തിയായിട്ട് വാണുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമന്റെ ഭരണം നാം ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരു ചക്രവർത്തി എന്ന നിലയിൽ മാത്രമല്ല, ഒരു പുത്രൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ, എല്ലാ തരത്തിലും മര്യാദാ പുരുഷോത്തമനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും മാതൃകാ പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമൻ തന്റെ ജീവിതം നയിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ നടക്കാനായിട്ട് മാതൃകയായിട്ട് എടുക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ശ്രീരാമൻ. അങ്ങനെ ശ്രീരാമന്റെ ജീവിതം മാതൃകയായിട്ട് എടുത്തിട്ട് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ കാംക്ഷിക്കുന്നു. അപ്പൊ ഇതിലൂടെ നമ്മളുടെ രാമായണ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിതാ ഈ 32 വീഡിയോയിലൂടെ ആയിട്ട് നമ്മൾ രാമായണ കഥ മുഴുവൻ മനസ്സിലാക്കിയില്ലേ. ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാമായണം എന്ന് പറയുന്നത് ഇതിഹാസ കാവ്യമാണ്. ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കാവ്യം കൂടിയാണ് രാമായണം. അപ്പൊ രാമായണം ഓരോരോ പുസ്തകങ്ങളിലും ഓരോരോ സന്ദർഭങ്ങളിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ഈ 32 വീഡിയോയിലും പറഞ്ഞത് ഈ ഒരു പുസ്തകം രാമായണ കഥ കുട്ടികൾക്ക് എന്നിട്ടുള്ള കുഞ്ഞിക്കുട്ടൻ ഇളയതിന്റെ ഈ ഒരു കുഞ്ഞു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ 32 വീഡിയോയിലും കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് കുട്ടികൾക്കുള്ള പുസ്തകമാണെന്നുണ്ടെങ്കിലും കഥ അറിയാത്ത ആർക്ക് വേണമെങ്കിലും കഥ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കഥകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരുപാട് നന്ദിയുള്ള ഒരു കാര്യമാണ്, ഇത്രയും ദിവസം ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ ഓരോ കമന്റിനും ഒക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തുടർന്നും ഇനിയുള്ള വീഡിയോസിലും, ഈ രാമായണ കഥ ഇന്നത്തോടെ നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്, തുടർന്നുള്ള എൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങളുടെ ഇതേ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.